മമ്മൂട്ടിയുടെ ബസൂക്ക റിലീസിന് മുമ്പ് ഒരു തണുത്ത പ്രതികരണത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. എന്നാൽ റിലീസ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പടത്തിൻ്റെ ഗതി തന്നെ മാറി. പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ക്വാളിറ്റി ബേസിലും നല്ല സിനിമ എന്ന നിലയ്ക്കും കളക്ഷൻ്റെ കാര്യത്തിലെല്ലാം ഈ രണ്ടാം ദിവസമായ ഇന്ന് ഈ സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മമ്മൂട്ടിയെക്കുറിച്ച് ഒരു സർപ്രൈസ് വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന ഒരു വിഭാഗം ഇപ്പോഴുമുണ്ട്. മുമ്പ് യേശുദാസിനോട് പാട്ട് നിർത്തണമെന്ന് പറഞ്ഞ് പുതിയവർക്ക് അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയവരുണ്ട്. എന്തിനാണ് മറ്റൊരാളെ മാറ്റി നിർത്തുന്നത്? പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള കാലം വരെ അവർ പാടട്ടെ, ഇവർ അഭിനയിക്കട്ടെ. പുതിയവർക്ക് ഒരു തടസ്സവും ഇവിടെ ഉണ്ടാക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഇറങ്ങുന്ന സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഇന്ന് മമ്മൂട്ടിയുടെ ബസൂക്ക ഇന്നലെ റിലീസ് ചെയ്തപ്പോൾ തന്നെ യുവാക്കളുടെ വേറെ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. യുവാക്കളുടെ സിനിമയും വൻ വിജയമായി മാറുന്നു. അപ്പോൾ പുതിയ പുതിയ സിനിമകൾ വരുന്നു, പുതിയവർ വരുന്നു, അതങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു വർഷം റിലീസ് ചെയ്യുന്ന സിനിമകളുടെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയാം. മമ്മൂട്ടി ആയാലും മോഹൻലാലും അഭിനയിക്കുന്നത് വളരെ കുറച്ച് സിനിമകളിലും. അപ്പോൾ അത്തരത്തിലുള്ള വികാരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് റിലീസ് ചെയ്യുന്ന സിനിമകൾ നിങ്ങൾ കാണുക, അഭിപ്രായം പറയുക. മുഖസ്തുതി മാത്രമല്ല ആവശ്യം. നിങ്ങളെ ആ സിനിമ സന്തോഷിപ്പിച്ചെങ്കിൽ, നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടമായെങ്കിൽ ആ ഇഷ്ടം തന്നെയാണ് ഏറ്റവും വലുത്. ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയത് എന്താ? ഇൻ്റർവെല്ല് ആയപ്പോൾ തന്നെ മമ്മൂട്ടിയുടെ ബസൂക്കയ്ക്ക് മുടക്കിയ പണം മുതലായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഞാൻ ഈ സിനിമ കണ്ട ആൾ തന്നെയാണ്. തീരെ ബോറടിച്ചിട്ടില്ല. വളരെ മനോഹരമായിട്ട് എടുത്തിരിക്കുന്നു. നമുക്ക് ആരെയാണ് കുറ്റം പറയാൻ പറ്റുക? ഒരാളെ ഒരു വിഭാഗത്തിലെയും നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ കൈയടക്കം മെയ്യടക്കം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാത്തിനും ഒരു സുഖമുണ്ട്. അത് ഇതിൻ്റെ ക്യാമറ വർക്കിലായാലും എഡിറ്റിങ്ങിൻ്റെ വർക്കിലായാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കാര്യത്തിലായാലും അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും സംവിധാനത്തിൻ്റെ കാര്യത്തിൽ എന്തിന് എല്ലാം ഭദ്രമായിരിക്കുന്നുള്ളത്. ആ സുഖം നമുക്ക് കിട്ടുമ്പോൾ തന്നെയാണ് ഒരു സിനിമ നമ്മളെ ആകർഷിക്കുന്നത്. എന്നാൽ മറ്റു ചില സിനിമകൾക്ക് നമുക്ക് ഈ സുഖം കിട്ടണമെന്നില്ല. അതിനും പല കാരണങ്ങളുണ്ടായിരിക്കാം. അപ്പം ഞങ്ങളിതേക്കുറിച്ച് പറയുമ്പോൾ ഈ സിനിമ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പറയാൻ വരുന്നത് ചില കാര്യങ്ങളുണ്ട് ഇവിടെ. ഒന്ന്, ഇപ്പോൾ കനു ഡെന്നിസിൽ 2 മക്കളാണ് ബസൂക്കയിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. കനു ഡെന്നിസ് ആരാണെന്നറിയാം. തൊട്ടതൊക്കെ പൊന്നാക്കിയ തിരക്കഥാകൃത്താണത്. ഇവിടെ ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടിക്ക് വേണ്ടി എത്രയോ തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. മോഹൻലാലിന് വേണ്ടി എഴുതി ഒട്ടുമിക്ക നടന്മാർക്ക് വേണ്ടിയും സംവിധായകർക്ക് വേണ്ടിയും തൂലിക ചലിപ്പിച്ച കനു ഡെന്നിസ് കുറച്ച് കാലമായി ഇങ്ങനെ ഒതുങ്ങി കഴിയാണ്. എഴുത്തും വായനയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഡിനു ഡെന്നിസ് 20 വർഷം മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് ഇവിടെ. 20 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ അതിൽ അഭിനയിച്ചൊക്കെ നായികമാരൊക്കെ, അന്ന് കൂടെ അഭിനയിച്ച നായികമാരൊക്കെ പിന്നെ വളരെ പ്രശസ്തമായിരുന്നു. ഒന്ന്, ഈ രഞ്ജിലാൽ ദാമോദരൻ സ്വാമിയുടെ എന്നിട്ടും എന്നുള്ള സിനിമ, അതിൻ്റെ ടൈറ്റിൽ എന്തോ, ആ സിനിമ നല്ല സിനിമയായിരുന്നു. ആ സിനിമ നല്ല സിനിമയായിരുന്നിട്ടും അത് വേണ്ടത്ര പേര് ഡീനുക്ക് കിട്ടിയില്ല. മറ്റൊന്ന് ഒറ്റ നാണയം. അതിൽ ആ 2 സിനിമകളിൽ നായകനായി പിന്നെ മറ്റു ചില സിനിമകൾ അഭിനയിച്ചെങ്കിലും ജോലി കിട്ടി പോവുകയുണ്ടായത്. പിന്നെ അതിനുശേഷം അഭിനയിച്ചിട്ടില്ല. 20 വർഷത്തിന് ശേഷമാണ് തൻ്റെ അനുജൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കാൻ വന്നത്. ദോഷം പറയരുതല്ലോ. ഒരു പോലീസ് ഓഫീസർ, അതായത് ഗൗതം വാസുദേവ് മേനോൻ്റെ ടീമിലെ ഒരു പോലീസുകാരൻ. അത് ഡിനു മാത്രമല്ല, നമ്മുടെ സംവിധായകൻ ഭരതൻ, നടി KPSCയുടെ മകൻ സിദ്ധാർത്ഥ ഭരതൻ, സംവിധായകനും കൂടിയായ സിദ്ധാർത്ഥ ഭരതനും നല്ലൊരു പോലീസ് ഓഫീസറുടെ വേഷമാണ് അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടീമും നല്ലൊരു ടീമായി വന്നു. പിന്നെ മമ്മൂട്ടിയോടൊപ്പം നമ്മൾ പറയുമ്പോൾ മമ്മൂട്ടി തനിച്ചല്ല. മമ്മൂട്ടി തുടക്കം മുതലേ ഈ സിനിമയിൽ ഒരു യാത്രയുടെ എഫക്റ്റിലാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ വന്നിരിക്കുന്നത്. ഫ്ലാഷ് ബാക്കും മറ്റൊക്കെ ആയിട്ട്
അതിൽ നമ്മൾ വളരെ സന്തോഷപറിച്ച അഭിനയം, അങ്ങനെ കൊതിപ്പിക്കുന്ന അഭിനയമായിട്ട് ഒരു ചെറുപ്പക്കാരൻ അതിൽ വന്നിരുന്നു ശരിക്കും. ആ പേര് ഹക്കീം ഷാ എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. അയാളുടെ പിന്നീട് ആ സിനിമയിൽ ഏകദേശം അവസാന ഘട്ടത്തിനോടടുക്കുമ്പോൾ അയാളുടെ കഥാപാത്രത്തിൻ്റെ രൂപം ഇന്നതാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കൊരു കഥാപാത്രം വെറുക്കാൻ തോന്നില്ല. എന്നാൽ മിക്കവരും വില്ലന്മാരാണോ എന്നാൽ വില്ലന്മാർ, മിക്കവരും നായകന്മാരാണോ നായകൻ, ഇങ്ങനൊരു ഫീലിങ്ങിലാണ്. അതായത് അങ്ങനെ വെറുപ്പുണ്ടാക്കുന്ന തരത്തിലല്ല ആ സിനിമ പോകുന്നത്, സന്തോഷം നൽകുന്ന ആ രീതിയിലാണ് ആ സിനിമ പോകുന്നത്. അതായത് ഈ അഴുക്ക് ഇല്ലാത്ത ഒരു നദി ഒഴുകി പോകുന്ന പോലുള്ളൊരു സുഖം ആ സിനിമ കാണുന്നുണ്ടോ. അപ്പോൾ ചോദിക്കും നടികൾക്ക് പ്രാധാന്യം കൂടുതലുണ്ടോ എന്നുള്ളത്. നടികൾക്ക് ഇത്തരം സിനിമകളിൽ അമിത പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. എങ്കിലും ഐശ്വര്യ മേനോൻ കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവർ മൊത്തത്തിൽ ഒരു ഭേദപ്പെട്ട നടി എന്ന് പേരെടുത്തിട്ടുള്ളത്. ഇപ്പോൾ സിനിമകളുടെ എണ്ണം മാത്രമല്ല, അങ്ങനെ ആ രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ബാബു ആൻ്റണി എന്നും നമുക്ക് ബാബു ആൻ്റണി എഴുതി കാണിക്കുമ്പോൾ തന്നെ കയ്യടി ആരാധന സൃഷ്ടിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ ഇവിടെ ഈ സിനിമയിൽ വളരെ ട്വിസ്റ്റ്, അവിടെയാണ് നമ്മളെ ഈ പ്രേക്ഷകരെ ഞെട്ടിച്ചു പോകുന്നത്. നമ്മളിപ്പോൾ വിചാരിക്കുന്നത് കഥ പറയുമ്പോൾ ഇതിൻ്റെ കഥകൾ പറഞ്ഞു പോകുമ്പോൾ ആ സിനിമയുടെ രസച്ചരട് പൊട്ടിപ്പോവും. അതുകൊണ്ട് പറഞ്ഞില്ല, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ നമ്മുടെ മനസ്സിലൊരാളുണ്ട്. അയ്യോ അയാൾ എന്തിനാ അറസ്റ്റ് ചെയ്ത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതുമാത്രമല്ല ഉയർന്ന പോലീസ് ഗൗതം മേനോൻ്റെ കഥാപാത്രം പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥൻ IPS കാരനാണത്. അദ്ദേഹവും വക്കീലിനോട് പറയുന്നുണ്ട്, അയ്യോ ഇത് ഇറക്കണം, നമുക്ക് ആവശ്യമുള്ള ആളാണ് കഥാപാത്രമാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മളും ഗൗതം മേനോൻ വിചാരിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ പോലീസ് ഫാനിൽ ഇറങ്ങി വരുന്ന ആൾ വേറെയാണ്, നമ്മൾ വിചാരിക്കുന്ന ആളല്ല കഥാപാത്രം. അതാണ് ബാബു ആൻ്റണി. പിന്നെ ബാബു ആൻ്റണി അവിടെ തുടർന്നുള്ള ആക്ഷൻ വെടിവെപ്പൊന്നുമല്ല സ്വാഭാവികമായിട്ടും. അങ്ങനെ ബാബു ആൻ്റണി നമ്മൾ അധികം റോളുകളില്ലെങ്കിലും ഉള്ളത് വളരെ മികച്ചതാക്കി മാറ്റി എന്നുള്ളതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇവിടെ നിൽക്കാൻ പോകുന്നത് ഗൗതം വാസുദേവ മേനോൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ കാണുമ്പോൾ ശരിക്കും നല്ല ഉയർന്ന നല്ല പോലീസ് ഓഫീസർ. അമിതമായ അഭിനയത്തിലേക്കൊന്നും വഴുതി വീണിട്ടില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇനിയും മലയാള സിനിമയിൽ ഇനിയും കൂടുതൽ അഭിനയ സാധ്യതകൾ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അത് തീർച്ചയായിട്ടുള്ള ഒന്ന്, അത് മലയാളി. രണ്ടാമത് ഈ ചെയ്ത സിനിമകളൊക്കെ ഒരു നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് നേടിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ വന്നു. മമ്മൂട്ടി കുറേ ഇൻ്റർവ്യൂവിന് ശേഷം ഇങ്ങനെ ആടി നമ്മളുണ്ടല്ലോ പടക്കം പൊട്ടി കൂട്ടപ്പൊട്ടി ആകാശത്ത് പോയി വെടിക്കെട്ട് വർണ്ണപ്രപഞ്ചം സൃഷ്ടിക്കുന്നത് പോലെയുള്ളൊരു അഭിനയ ശൈലി. പിന്നെ മമ്മൂട്ടി കാണാത്ത ചില ആക്ഷൻസ് ഉണ്ട് ഇതെനിക്ക്. സംഘട്ടനരംഗം മാത്രമല്ല, സംഘട്ടനത്തിൽ വേറെ കാര്യം, വെടിയിപ്പിൽ വേറെ കാര്യം. അല്ലാതെ ഭാവാഭിനയം കൊണ്ട് നമ്മളെ ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം മമ്മൂട്ടിക്കുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും മനോഹരമായൊരു സിനിമ, നല്ല സിനിമ. നമ്മൾ പറയാറില്ലേ എങ്ങനെയുണ്ട് സദ്യ, സൂപ്പറായിരിക്കുന്നു, സൂപ്പർ സദ്യ ഉണ്ട്. ഏതാ ഒരു കറിയും മോശമല്ല. പ്രഥമനും പായസം അതൊക്കെ ആയിട്ട് 3-4 തരമുണ്ട്. ഇന്നൊക്കെ പറഞ്ഞ ഒരു ഏമ്പക്കം വിടുന്ന പോലെ അങ്ങനൊരു നല്ല സിനിമ കണ്ട് ഏമ്പക്കം വിടുമ്പോൾ തന്നെ മമ്മൂട്ടിയെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത പറഞ്ഞിരിക്കുന്നത് എന്താ, മമ്മൂട്ടിയുടെ പുറകെ ഇനി ദുബായ് പോലീസ് എന്നാണ്. അപ്പോൾ പലരും വിചാരിക്കുന്നത് എന്താ, ഇനി എന്തൊക്കെയോ പോലെ ഇഡി അന്വേഷണം പോലെ എന്തെങ്കിലും അന്വേഷണമാണോ എന്ന്. അല്ല, അറിയാൻ കഴിഞ്ഞത് ഇത് രഹസ്യമാണ് കേട്ടോ. ഇന്ന ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കരുത്. അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ അറിയാം. ഈ സിനിമ കാണുമ്പോൾ ലാസ്റ്റ്, അതായത് നമ്മൾ ലൂസിഫറിൽ മോഹൻലാൽ പോകുമ്പോൾ ലാസ്റ്റ് പറയുന്നത് പോലെ ഇവിടെ ഗൗതം മേനോനും മമ്മൂട്ടിയും അടക്കമുള്ളവർ ഫ്ലൈറ്റിൽ ക്ലൈമാക്സിലെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഗൗതം മേനോൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇനി നിങ്ങളെ ഗൾഫ് പോലീസ് നോക്കിക്കോളും എന്ന് പറയുന്നിടത്താണ് സാധനം അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിന് 2ാം ഭാഗം വരുന്നു എന്നുള്ളതാണ് രഹസ്യം. ആ 2ാം ഭാഗത്തിൽ മമ്മൂട്ടിയുടെ റോളിൽ കൂടുതൽ ഭാഗം ഗൾഫ് രാജ്യങ്ങളിലാണ്. അവിടുത്തെ പോലീസും അന്വേഷണവും മറ്റു കാര്യങ്ങളായിരിക്കും മമ്മൂട്ടിയുടെ പുറകെ എന്നാണ് രഹസ്യ വാർത്ത.